ഹായ്, നമസ്കാരം. ഞാൻ മിനി രവീന്ദ്രൻ. ആർക്സ് മീഡിയയുടെ മിഞ്ചീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് റെസ്റ്റോറൻറ്റുകളിലും ഹോട്ടലിലൊക്കെ കിട്ടുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള തന്തൂരി ചിക്കൻ ഉണ്ടല്ലോ, അത് നമുക്ക് എങ്ങനെയാണ് വീട്ടിൽ തയ്യാറാക്കാമെന്നാണ് ഇന്നത്തെ വീഡിയോ. നമ്മുടെ തന്തൂരി ചിക്കൻ റെഡിയാക്കാനായിട്ട് ഇവിടെ ഞങ്ങൾ 1.5 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ കളഞ്ഞതിന് ശേഷം നല്ലോണം ആഴത്തിൽ നല്ല ഡീപ്പായിട്ട് നമുക്ക് വരഞ്ഞെടുക്കണം. നമുക്കിനി തന്തൂരി ചിക്കനുള്ള മസാല റെഡിയാക്കി എടുക്കാം. ദയവായിട്ട് ഈ വീഡിയോ മുഴുവൻ കാണാം. ഇടയിൽ മിസ്സായി കഴിഞ്ഞാൽ നമുക്ക് മസാലകൾ കറക്റ്റായിട്ട് കിട്ടില്ല. ഒരു 10-13 തരം പൊടികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് എല്ലാവരും ദയവായിട്ട് മുഴുവൻ കാണാം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, അത് കാശ്മീരി ചില്ലി എടുക്കാൻ നല്ലത്, നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട്. 1 ടീസ്പൂൺ മല്ലിപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, 1 ടേബിൾ സ്പൂൺ ഗരം മസാല, 1/2 കപ്പ് തൈര്, അത് തീരെ പുളി പാടില്ല. പിന്നെ ഒരു പിടി മല്ലിയുടെ ഇല, 20-25 പുതിനയുടെ ഇല, 3 പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 8 വെളുത്തുള്ളിയുടെ അല്ലി അരച്ച് പേസ്റ്റ് പോലെ ആക്കിയിട്ടുള്ളത് അതുകൂടി ആഡ് ചെയ്ത് കൊടുക്കുക. 1 ടീസ്പൂൺ കസൂരി മേത്തി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉലുവയുടെ ഇല, അത് ഉണങ്ങിയത് പാക്കറ്റിൽ മേടിക്കാൻ കിട്ടുമല്ലോ അത്. പിന്നെ 1 ടീസ്പൂൺ ആംചൂർ പൗഡർ, 1 ടീസ്പൂൺ അയമോദകം എല്ലാവർക്കും അറിയാം, ആയുർവേദ മെഡിസിനാണ്. പിന്നെ 1/2 ടേബിൾ സ്പൂൺ ചാട്ട് മസാല, 2.5 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ തന്നെ എടുക്കണം, വെളിച്ചെണ്ണ പാടില്ല. ഒരു 1/2 മുറി ചെറുനാരങ്ങയുടെ നീരും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്യുക. ഈ മസാലയിലേക്ക് ചിക്കൻ ചേർത്തിട്ട് അതിൻ്റെ വരഞ്ഞ ഭാഗത്തൊക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. അതിനുശേഷം ഒരു 3 മണിക്കൂർ മിനിമം നമ്മളിത് മാറ്റി വയ്ക്കണം. നമ്മുടെ ചിക്കൻ 3 മണിക്കൂറായി മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് ഇനി ഇത് നമുക്ക് വറുത്തെടുക്കാനായിട്ട് ഒരു തവ ഹൈ ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം നല്ല ചൂടായി വരുമ്പോൾ നമുക്കത് കുറച്ചിടണം. അതിലേക്ക് ചിക്കൻ ഇടുക. ഇത് ഓയിൽ ഒഴിക്കണ്ട, കാരണം ഇതിൽ ഓൾറെഡി നമ്മൾ ഓയിൽ ആഡ് ചെയ്തിട്ടുള്ളതുകൊണ്ട് അതിൽ നിന്ന് ഇറങ്ങി വന്നോളും. ചിക്കൻ എന്തായി നോക്കാം. ഒരു സൈഡ് ആയിട്ടുണ്ട്, വെന്തിട്ടുണ്ട്. തിരിച്ചിട്ട് കൊടുക്കാം. ഇതിൽ നിന്ന് തന്നെ അതിൻ്റെ നെയ്യും ഓയിലൊക്കെ ഇറങ്ങി വരുന്നുണ്ട്. ഇതിൽ തന്നെ കിടന്നത് വെന്തോളും. നമ്മൾ അയമോദകം ചേർക്കുന്നത് എന്ത് ഫ്രൈ ചെയ്യുകയാണെങ്കിലും ബജ്ജി ഉണ്ടാക്കുകയാണെങ്കിലും ഒക്കെ നല്ലതാണ്. വയറിന് പ്രശ്നം ഉണ്ടാക്കാത്തൊരു സംഭവമാണ് അയമോദകം. പിന്നെ ആംചൂർ പൗഡർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മാങ്ങ കുറേയൊക്കെ കിട്ടുന്ന സീസൺ വരുമല്ലോ, അപ്പോൾ അത് നല്ലോണം ഉണക്കി പൊടിച്ചുണ്ടാക്കണതാണ് ആംചൂർ പൗഡർ. അതൊക്കെ വെറുതെ പാക്കറ്റിലാക്കി കുറേ കമ്പനിക്കാർ ഇറക്കുന്നുണ്ട്. അതിലും നല്ലത് നമ്മൾ തന്നെ കിട്ടുമ്പോൾ ഉണ്ടാക്കി വെക്കുകയാണ്. അപ്പോൾ ഇതും കൂടി മറ്റേ സൈഡും കൂടി ആയിട്ട് നമുക്കിത് കനലിൽ എങ്ങനെ ചെയ്യണമെന്ന് കാണിച്ചു തരാം. നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതുപോലെ എല്ലാ കഷ്ണങ്ങളും മറിച്ചിടുക. ഇനി ഇത് അടുത്ത പ്രോസസ്സ്, ഇത് കനലിൽ എങ്ങനെയാണ് തന്തൂരി ആക്കി എടുക്കണമെന്നുള്ളതാണ്. ആ രീതിയും കാണിച്ചു തരാം. അതുകൂടാതെ കനലില്ലാത്തവർക്ക് എങ്ങനെയാണ് ഒരു പീസ് എടുത്തിട്ട് ഞാൻ കാണിച്ചു തരാം. ഗ്യാസും എങ്ങനെയാണ് നമുക്ക് തന്തൂരി ചിക്കൻ ഉണ്ടാക്കണേ. പ്രോസസ്സൊക്കെ സെയിം തന്നെ, ഇത് തന്നെയാണ്. എല്ലാ മസാലയൊക്കെ സെയിം ഇതുപോലെ തന്നെ വറുത്തെടുക്കുക. ആ കനലിൽ വെക്കുന്നതിന് പകരം നമ്മൾ ഗ്യാസിൽ എങ്ങനെ വെക്കുമെന്ന് മാത്രമേ കാണിച്ചു തരാനുള്ളൂ. അപ്പോൾ 2 പ്രോസസ്സും കാണിക്കാം. കനലായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ ചിക്കൻ വറുത്ത് വെച്ചാണത് ഇതുപോലൊരു ഗ്രില്ല് ചെയ്യുന്ന തവയിലേക്ക് വെച്ചതിന് ശേഷം ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ മേലെ കൂടി കുറച്ച് ബട്ടർ തടവി കൊടുക്കുക. എല്ലാ സൈഡിലും തടവി കൊടുക്കുക നല്ലോണം. എന്നിട്ട് ജസ്റ്റ് തിരിച്ച് വയ്ക്കുക. മറ്റേ സൈഡും ഒന്ന് എൻ്റെ ഇതാവാൻ വേണ്ടി അവിടെയും ബട്ടർ തടവുക. എൻ്റെ ഒരു ഡിയറസ്റ്റ് ഫ്രണ്ട് സനു നോബി ആണ് ഈ ചിക്കൻ്റെ റെസിപ്പി ചെയ്യാനായിട്ട് ആവശ്യപ്പെട്ടേക്കണേ. അവൾ കുറേ ആയി പറയണു, കുട്ടികൾക്കൊക്കെ ഇഷ്ടമുള്ളതല്ലേ, അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഇത് സ്പെഷ്യലായിട്ട് ചെയ്തത്. 2 സെക്കൻഡ് കാണിക്കുമ്പോഴേക്കും നന്നായിട്ട് വെന്ത് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എടുത്ത് മാറ്റാം. ഗ്യാസും എങ്ങനെ ചെയ്യണമെന്ന് കാണിച്ചു തരാം. അപ്പോൾ അത് ഗ്യാസ് ഹൈ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം പീസ് എടുത്തിട്ട് ഇങ്ങനെ പിടിച്ചതിന് ശേഷം അടുപ്പിച്ച് കാണിക്കേണ്ട, കുറച്ച് മേലെ കാണിക്കുക. അതിന് വെക്കരുത്. ഇപ്പോൾ വെണ്ണ തടവി കൊടുക്കേണ്ട ആവശ്യമില്ല. അത് എടുത്ത് മാറ്റിയതിന് ശേഷം ചൂട്ടോടുകൂടി വെണ്ണ തടവിയാൽ മതി. ഒരു സൈഡ് ഒന്ന് ഇതായി കഴിഞ്ഞാൽ തിരിച്ചിട്ട് കാണിക്കണം. എല്ലാ സൈഡിലേക്കും കാണിക്കുക. ആയിട്ടുണ്ട്. എടുത്ത് മാറ്റി പ്ലേറ്റിലേക്ക് വെച്ചതിന് ശേഷം വെണ്ണ തടവണം. നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. അത് നമുക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം.
നല്ല പെർഫെക്റ്റായിട്ട് നല്ല ജ്യൂസി പോലെ വന്നിട്ടുണ്ട്. കണ്ട സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എല്ലാവർക്കും താങ്ക്സ്. അടുത്ത ആഴ്ച വീണ്ടും കാണാം.